Hi students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിലെ എക്സസൈസ് 8.2ലെ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് ഇഫ് ടാൻ a plus b is equal to root 3 and tan a minus b is equal to 1 by root 3, അവർ കുറച്ച് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 0 is less than a plus b less than or equal to 90 degree and a is greater than b. ഫൈൻഡ് എ ആൻഡ് ബി. ഇവിടെ നമുക്ക് എ ആൻഡ് ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. രണ്ട് കണ്ടീഷൻസും തന്നിട്ടുണ്ട്. നമുക്ക് സോൾവ് ചെയ്യാം. ടാൻ കണ്ടീഷൻസ് എന്താണെന്ന് വെച്ചാൽ എ പ്ലസ് ബി ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കണം. പിന്നെ എ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ബിയും ആയിരിക്കണം. ഇതാണ് ടു കണ്ടീഷൻസ്. അപ്പം ടാൻ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു, ആദ്യം ഫസ്റ്റത്തത് എടുക്കാം. നമുക്ക് ടാൻ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു റൂട്ട് 3 എന്നുള്ളത് എടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ നോക്കുകയാണെങ്കിൽ, നമ്മളുടെ ടേബിളിൽ നോക്കുകയാണെങ്കിൽ ടാനിൻ്റെ ഏതിനാണ് റൂട്ട് 3 കിട്ടുന്നത് നോക്കണം. അപ്പം ടാൻ 60 ആണ് റൂട്ട് 3 കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? ടാൻ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു റൂട്ട് 3ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? ടാൻ 60 എഴുതാം. ടാൻ 60 ഡിഗ്രി. ദാറ്റ് ഈസ് ടാനും ഇതാകുമ്പം എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 60 കിട്ടും. ഇത് നമ്മൾക്ക് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് കൊടുക്കാം. അടുത്തത് നമ്മളുടെ അടുത്തതെടുക്കാം. അടുത്ത ഇക്വേഷൻ എടുക്കാം. ദാറ്റ് ഈസ് ടാൻ എ മൈനസ് ബി ഈസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് 3. അപ്പം ടാനിൻ്റെ ഏത് വാല്യൂക്കാണ് 1 ബൈ റൂട്ട് 3 കിട്ടുന്നത് നോക്കാം. ടാനിൻ്റെ 1 ബൈ റൂട്ട് 3 കിട്ടുന്നത് ടാൻ 30ക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ടാൻ എ മൈനസ് ബി ഈസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് 3 ഏതാണ്? ടാൻ 30 ആണ്. അപ്പം എ മൈനസ് ബി ഈസ് ഈക്വൽ ടു 30 കിട്ടി. ടാനും ക്യാൻസലായി പോകും. അപ്പം ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഇനി സോൾവിങ് 1 and 2 രണ്ടും കൂടി സോൾവ് ചെയ്യും. ദാറ്റ് ഈസ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 60യും എ മൈനസ് ബി ഈസ് ഈക്വൽ ടു 30യും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? എ പ്ലസ് എ 2a വരും. ബി പ്ലസ് മൈനസ് ബി ആണ്. അപ്പം എന്താവും? 0 വരും. ഈസ് ഈക്വൽ ടു 60 പ്ലസ് 30 90 വരും. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു 90 ഡിവൈഡ് ബൈ 2 which is what? 45. a is equal to 45 degree. നമുക്ക് എന്ത് കിട്ടിയും? a is equal to 45 ഡിഗ്രി കിട്ടി. നമ്മൾ ഇത് ഇക്വേഷൻ 1ൽ ഇട്ട് കൊടുത്താൽ, എൻ്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് b കിട്ടും. ദാറ്റ് ഈസ് a പ്ലസ് ബി ഈസ് ഈക്വൽ ടു 60. a നമുക്ക് 45 കിട്ടി. 45 പ്ലസ് b ഈസ് ഈക്വൽ ടു 60. b ഈസ് ഈക്വൽ ടു 60 മൈനസ് 45. b ഈസ് ഈക്വൽ ടു 15 ഡിഗ്രി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബി എന്താണ്? 15 ആണ്. എ ഈസ് ഈക്വൽ ടു 45ഉം ബി ഈസ് ഈക്വൽ ടു 15ഉം കിട്ടി. അപ്പോൾ നമ്മൾ കണ്ടീഷൻസ് നോക്കി, എ ഈസ് ഗ്രേറ്റർ ദാൻ ബി ആണ്. അപ്പോൾ കണ്ടീഷൻ എന്താണ്? സാറ്റിസ്ഫൈഡ് ആണ്. എൻ്റെ ബിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ 4th one ആണ്. എക്സസൈസ് 8.2ലെ state whether the following are true or false. Justify your answer. First one, sin a plus b is equal to sin a plus sin b. അപ്പോൾ നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എനും ബിനും നമുക്ക് രണ്ട് വാല്യൂസ് ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ എ ഈസ് ഈക്വൽ ടു 30, ബി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് എ പ്ലസ് ബി എന്തായിരിക്കും? അപ്പം എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 90 ആയിരിക്കും. അപ്പോൾ നമുക്ക് അതൊന്ന് ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. സൈൻ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു സൈൻ എ പ്ലസ് സൈൻ ബി. അപ്പം സൈൻ എ പ്ലസ് ബി എന്താണ്? 90 അല്ലേ? സൈൻ 90 ഈസ് ഈക്വൽ ടു സൈൻ എ പറഞ്ഞാൽ സൈൻ 30 പ്ലസ് സൈൻ ബി പറഞ്ഞാൽ സൈൻ 60. അപ്പം സൈൻ 90 പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ടേബിളിൽ സൈൻ 90 വെച്ചാൽ ഇറ്റ് ഈസ് 1. സോ 1 ഈസ് ഈക്വൽ ടു സൈൻ 30 ഏതാ നോക്കാം. സൈൻ 30 ഈസ് 1 ബൈ 2 plus sin 60 ഏതാ നോക്കാം. sin 60 is
√3/2 √3/2. അപ്പോൾ ഇവിടെ ഇത് സോൾവ് ചെയ്യുമ്പം എന്താ കിട്ടുക? 1 is equal to 1 plus √3/2 ആണ് കിട്ടുക. അപ്പം 1 is not equal to √3/2. ഇത് രണ്ടും LHSഉം RHSഉം ഈക്വൽ അല്ല. സോ ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ്. അപ്പോൾ നമുക്ക് ഈ സൈൻ A plus B is equal to സൈൻ A plus സൈൻ B ഈസ് ഫോൾസ് എന്ന് പറയാം. കാരണം നമുക്ക് രണ്ട് സൈഡും ഇക്വേറ്റ് ചെയ്യുമ്പം നോട്ട് ഈക്വൽ ടു ആണ് കിട്ടുന്നത്. അപ്പം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. ഇനി ആ ട്രൂ ഓർ ഫോൾസിലത്തെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ വാല്യൂ ഓഫ് സൈൻ തീറ്റ ഇൻക്രീസസ് ആസ് തീറ്റ ഇൻക്രീസസ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ നമ്മൾ നോക്കണ്ടേ. നമ്മൾ ഈ ടേബിൾ എടുക്കാം. ഈ ടേബിളിൽ വാല്യൂ ഓഫ് തീറ്റ ഇൻക്രീസസ്, സൈൻ തീറ്റ ഇൻക്രീസസ് ആസ് തീറ്റ ഇൻക്രീസസ്, തീറ്റ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് സൈൻ തീറ്റ ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം. നോക്കി നോക്കാം. തീറ്റ ഇൻക്രീസ് ചെയ്യുമ്പോൾ 0, 30, 45, 60, 90 ഇവിടെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സൈൻ തീറ്റൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നോ നോക്കണം. 0 ആണ്, പിന്നെ 1/2 ആയി, പിന്നെ അഗെയിൻ ഇൻക്രീസ് ചെയ്തു 1/√2 ആയി, പിന്നെ അഗെയിൻ ഇൻക്രീസ് ചെയ്തു √3/2 ആയി, 1/√2-നേക്കാട്ടും ഗ്രേറ്റർ ദാൻ ആണ് √3/2, അഗെയിൻ ഇൻക്രീസ് ചെയ്തു 1 എത്തി. അപ്പോൾ നമുക്ക് ആ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. കാരണം എന്താണ്? സൈൻ തീറ്റ ആസ് തീറ്റ ഇൻക്രീസസ്, തീറ്റ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ സൈൻ തീറ്റ ഓൾസോ ഇൻക്രീസസ്. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. നെക്സ്റ്റ് വൺ, ദ വാല്യൂ ഓഫ് കോസ് തീറ്റ ഇൻക്രീസസ് ആസ് തീറ്റ ഇൻക്രീസസ്. അതേപോലെ തന്നെ ഈ കോസിൻ്റെ കേസിലൊന്ന് നോക്കി നോക്കുക. തീറ്റ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ കൂടെ കോസും ഇൻക്രീസ് ചെയ്യാണോ? അല്ല, നേരെ തിരിച്ചാണ്. കോസ് തീറ്റ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് 1ൽ നിന്നാണ് 0-ലോട്ട് എത്തുന്നത്. അപ്പം ഇതെന്താണ്? കോസ് തീറ്റയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കോസ് തീറ്റൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. ബിക്കോസ് എന്താണ്? തീറ്റ ഇൻക്രീസ് ചെയ്യുമ്പോൾ കോസ് തീറ്റ എന്താവാണ്? കോസ് തീറ്റ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ്. അടുത്തത് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ ഫോർ ഓൾ വാല്യൂസ് ഓഫ് തീറ്റ. അപ്പോൾ എഗെയിൻ ടേബിൾ നോക്കാം. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ ഫോർ ഓൾ വാല്യൂസ് ഓഫ് തീറ്റ. എല്ലാ വാല്യൂസ് ഓഫ് തീറ്റയ്ക്കും സൈൻ തീറ്റ ഈക്വൽസ് ടു കോസ് തീറ്റ ആണോ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ടേബിൾ നോക്കി കറക്റ്റായി മനസ്സിലാക്കാം. ഇതിൻ്റെ എല്ലാ വാല്യൂസും സെയിം ആണെങ്കിൽ മാത്രമേ ഉള്ളൂ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ ആവുക. പക്ഷേ ഇവിടെ തീറ്റയുടെ ഏത് വാല്യൂക്കാണ് സൈൻ തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ വരുന്നത്? ഓൺലി ഫോർ 45. വെൻ തീറ്റ ഇസ് ഈക്വൽ ടു 45 ആണെങ്കിൽ മാത്രമേ ഉള്ളൂ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ. ബാക്കിയൊക്കെ വാല്യൂസിന് ഡിഫറൻസ് ഉണ്ട്. അപ്പം ആ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. കാരണം എന്താണ്? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ ഈസ് ഓൺലി സാറ്റിസ്ഫൈഡ് ഫോർ തീറ്റ ഇസ് ഈക്വൽ ടു 45. അപ്പോൾ എഗെയിൻ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫോൾസ് ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദറ്റ് ഈസ് cot A is not defined for A is equal to 0 degree. നമുക്ക് ഈ ടേബിളിൽ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം A is equal to 0 degree ആകുമ്പം cot A is not defined ആണ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സസൈസ് 8.2-ൽ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്തിട്ടുണ്ട്. ഇതിന് മുന്നത്തെ വീഡിയോസിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആൻസേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോസ് പോയി വാച്ച് ചെയ്താൽ മതി. Okay, thank you.